കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ 4 ദിവസമായിട്ടും ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോയിട്ട് വരാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി പരസ്യമായി പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ് ഒരു യുവാവിന് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പോൾ 4-ാം ദിവസമാണ്. മുമ്പും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഒരു മനസ്സും ശരീരവുമായി നിന്നുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത്. ഈ ഘട്ടത്തിലും ആ നിലയിൽ തന്നെ പോകണമെന്നുള്ള അഭിപ്രായമാണ് ഒരു MLA എന്നുള്ള നിലയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചത്. ഇതറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ജില്ലാ കലക്ടർ, ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നിവരുമായി സംസാരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിലപാട് എല്ലാവരോടും പറയുകയായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ അതായിരുന്നു പറഞ്ഞത്. കാരണം ഇതിലെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട വിഷയമാണ്. പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളെ ഒരു തരത്തിലും നിങ്ങളോട് പോലും ഈ 4 ദിവസം പങ്കുവച്ചിട്ടില്ല. കാരണം ആ പോരായ്മകൾ പർവ്വതീകരിച്ച് ജനങ്ങളിലൊരു ആശങ്ക സൃഷ്ടിക്കരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ്. അതിപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇതിൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഒന്ന്, സാധാരണ ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക പതിവാണ്. 2016 LDF സർക്കാരിൻ്റെ കാലത്തും 2021 LDF സർക്കാരിൻ്റെ കാലത്തും നമ്മളത് കണ്ടതാണ്. എന്നാൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ 4 ദിവസമായിട്ടും ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോയിട്ട് വരാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി പരസ്യമായി പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. വ്യക്തിപരമായി ഒരു MLA എന്നുള്ള നിലയിൽ മന്ത്രിയെ ഫോണിൽ വിളിച്ച് നിങ്ങളിവിടെ വരണം, അങ്ങനെ പൊതു അഭിപ്രായമുണ്ട്, നിങ്ങളിവിടെ വന്നാലുള്ള ഒരു ഗുണം ഏകോപനം ശക്തിപ്പെടും, അത് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും, വന്നാൽ മാത്രം പോരാ, ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു 2021 സർക്കാരിൻ്റെ കാലത്ത് 2 തവണയാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അർദ്ധരാത്രി കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, പുലർച്ചെ മുതൽ തുടർച്ചയായി 10 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എല്ലാ ദിവസവും നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നു. എല്ലാ ദിവസവും അപ്ഡേഷൻ ഉറപ്പുവരുത്തിയിരുന്നു. കൺട്രോൾ റൂമിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിലുള്ള ജനങ്ങളിൽ ആശങ്കയുണ്ടാകാതിരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർ മാത്രമല്ല ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ധൈര്യം നൽകിയിരുന്നു. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല, ഒക്കെ വ്യക്തമായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായിരുന്നു. അതിപ്പോഴും ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലിനെ ഒരു തരത്തിലും ചെറുതായി കാണുന്നില്ല. എല്ലാവരും നന്നായിട്ട് ഇടപെടുന്നു. അതിന് നേതൃത്വം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ ഈ 4-ാം ദിവസം പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ് ചെയ്തത്. അതും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പം നടത്തിയൊരു പ്രതികരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിപക്ഷം ഒരു ആയുധം കിട്ടിയതുപോലെ ഇതിനുപയോഗിക്കുന്നു എന്നാണ് നിരുത്തരവാദിത്തപരമായ പ്രസ്താവന ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷം നടത്തിയിട്ട് ഈ 4 ദിവസം നിങ്ങളിവിടെ ഇല്ലേ, എന്തെങ്കിലും പോരായ്മ പറഞ്ഞോ? പലരും ചൂണ്ടിക്കാട്ടിയ പ്രശ്നം പോലും പരസ്യമായി പറയാൻ തയ്യാറാകാതെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്ഥിതിയാണ്. ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി ദയവേത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കരുത്. ഇവിടെ കായകൽപ്പം പരിപാടിക്ക് വന്നു. പരിപാടിക്ക് ആരും എതിരല്ല. പക്ഷേ ജില്ലയിലെ എല്ലാ MLA-മാരെയും വിളിച്ചു എന്നാണ് പറഞ്ഞത്. എന്നെ വിളിച്ചിട്ടില്ല. ബേപ്പൂർ കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്.
ബേപ്പൂർ MLA വിളിച്ചില്ല, ഞങ്ങളുടെ ഓഫീസിൽ അറിയിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹയുടെ പ്രസംഗത്തിൽ പരാമർശം നടത്തി. പഴയ സർക്കാരിൻ്റെ പല ചെയ്തികളും ഞാനിവിടെ പറയുമെന്നുള്ള ഭയത്താൽ ചിലരിവിടെ വന്നില്ല. മുന്നിലുള്ള ചില കതർധാരികളുടെ കയ്യടി കിട്ടിക്കാണും. 1-2 മാധ്യമങ്ങൾ അത് വാർത്ത വന്നതിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. എന്നോട് പലരും പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു പ്രതികരിച്ചില്ല. വേണ്ടാത്തൊരു വിവാദം വേണ്ട എന്നുള്ളതുകൊണ്ട് തിരിച്ചു പ്രതികരിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പരിപാടി അറിയില്ല, അറിയാത്തൊരു പരിപാടിക്ക് എങ്ങനെ വരാനാണ്, അറിയില്ല എന്നിവരെ അറിയിച്ചു. ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ട ജില്ലയിലെ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും അന്ന് അറിയിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പരിപാടി അറിയിച്ചില്ല. എന്നിട്ട് മന്ത്രി ഇങ്ങനെ പറയുന്നു, ആരാണ് മന്ത്രിയോട് ഇങ്ങനത്തെ വിവരം കൊടുത്തത്? അപ്പം നിരുത്തരവാദിത്തപരമായ പ്രസ്താവന കിട്ടിയ അവസരത്തിൽ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് ഞങ്ങളല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന് കായൽപ്പം പരിപാടി തെളിയിച്ചിരിക്കുകയാണ്. കിട്ടിയ അവസരത്തിൽ ഒരു പ്രതിപക്ഷ MLAക്ക് ഇട്ടൊരു അടിയടിക്കുക എന്നൊരു നിലപാട് ശരിയായില്ല. ഇപ്പോൾ അതാ വീണ്ടും, ഞാൻ അന്ന് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടിപ്പോൾ വീണ്ടും ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? 2021 സർക്കാർ മാത്രമല്ല, 2016 സർക്കാരിൻ്റെ ഭരണകാലത്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തില്ലേ? 2021 സർക്കാരിൻ്റെ കാലത്ത് ശ്രീമതി വീണ ജോർജ് ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തില്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണ്ടേ? ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ ഇവിടെ വന്നു പോകേണ്ടവരല്ല മന്ത്രിമാർ. കോഴിക്കോടിനൊരു മന്ത്രി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കോഴിക്കോടിന് മന്ത്രിയാണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ 4 ദിവസമായിട്ടും വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെ വന്നു പോകാൻ പോലും ഒരു മന്ത്രി തയ്യാറായിട്ടില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യണ മന്ത്രിമാർ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടോ? DMO ആരാ DMO? ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലക്ക് ഒരു DMO ഉണ്ടോ? ചുമതലകൾ കൊടുക്കില്ല, അതും വീതിച്ചു കൊടുക്കണം. അതിൻ്റെ പ്രയാസം എന്തൊക്കെ ഉണ്ടാവുന്നു? ചെറിയ പ്രയാസമാണോ? വലിയ നിലയിലേക്കുള്ള പ്രയാസം അനുഭവിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങുകൾ, പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ലേ? ഇന്നലെ ഞാൻ കൺട്രോൾ റൂമിൽ പോയി. സാധാരണ കൺട്രോൾ റൂമിൽ ഉണ്ടാകുന്ന സ്ഥിതി എങ്ങനെയാണ്? ജനങ്ങളുമായി നമ്മൾ സംസാരിക്കും, ജനപ്രതിനിധികൾ ഉൾപ്പെടെ സംസാരിക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്നില്ല, നിങ്ങളൊക്കെ കഴിഞ്ഞ കൺട്രോൾ റൂമിലെ വർക്ക് പോലും നേരിട്ട് ലൈവ് കൊടുത്ത ആളുകളുണ്ട്. കാരണം ജനങ്ങൾക്കൊരു ആത്മവിശ്വാസമാണ്, നമ്മളെല്ലാവരും ഒരു ടീമാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു ടീമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു റാൻഡമായി കുറച്ച് ആളുകളെയും വിളിക്കണ്ടേ നമുക്ക്? അതിന് വിളിക്കാനുള്ള ഒരു സംവിധാനം വേണ്ടേ? തീർച്ചയായിട്ടും തരാമെന്ന്. പിന്നെ വിളിച്ചു പറയുന്നത്, അങ്ങനെ ജനപ്രതിനിധികളൊന്നും അതിലിടപെടണ്ട, ജനപ്രതിനിധികളൊന്നും ഇത്തരം കാര്യങ്ങളിൽ വിളിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അതിനൊരു തർക്കത്തിന് പോയിട്ടില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും ഒരു ടീമായി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു 10-100 അടുത്തുള്ള അവരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് അത് നോക്കി വിളിക്കാനല്ല, റാൻഡമായി ഒരു MLA എന്നുള്ള നിലയിൽ റാൻഡമായി ചിലരെ വിളിക്കുക. ഞാൻ അപ്പോൾ അതിനാണ് പോകുന്നത്. ഞാൻ ഒന്നുകൂടി അതിന് വേണ്ടി പോവുകയാണ്. കാരണം അവിടുന്ന് പല വിഷയങ്ങളും നമ്മുടെ ഫോണിൽ വരികയാണ്. ഔദ്യോഗികമായിട്ട് വിളിക്കണം. സർക്കാരിൻ്റെ ഭാഗമായി തന്നെയാണല്ലോ MLAമാരൊക്കെ ഇടപെടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. ഞാൻ ചുമതലയുള്ളവരോട് പറഞ്ഞു, ജില്ലാ കളക്ടറോടും ബന്ധപ്പെട്ടവരോടും പറഞ്ഞു, കൺട്രോൾ റൂമിൽ വരുന്നൊരു 5-6 ആളുകളെങ്കിലും വിളിക്കണ്ടേ? അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.